എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാം. ഐ ആം വില്ലിങ്, ബി ക്ലീൻഡ്. നോയമ്പിൻ്റെ ദിവസങ്ങളിൽ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റിയ വാക്യമാണ് ഇപ്പോൾ കടന്നു വരുന്നത്. യേശു ക്രിസ്തു ഒരു കുഷ്ഠരോഗിയോട് പറഞ്ഞ വാക്കുകളാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. 5:13 ഇങ്ങനെ വായിക്കുന്നു: യേശു കൈനീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം അവനെ വിട്ടുമാറി. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരധ്യായമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം. നോയമ്പ് കാലങ്ങളിലെടുത്ത് വായിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് കുഷ്ഠരോഗിയുടെ സൗഖ്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നമ്മൾക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കുഷ്ഠരോഗമെന്ന് പറയുമ്പോൾ അതിൻ്റെ കഠിനത വളരെ വലുതാണ്. അന്ന് കാലങ്ങളിൽ അതിന് ചികിത്സയില്ല, ഇന്നും തക്കതായ ചികിത്സയൊന്നുമില്ല, എന്നാലും ബെറ്റർ ദാൻ ബിഫോർ. അന്ന് കാലങ്ങളിൽ ചികിത്സയില്ല. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ അടർന്നു പോകും, മനുഷ്യൻ വിരൂപനാകും, സൊസൈറ്റിയിൽ അവനെ കടന്നു വരാൻ സമ്മതിക്കത്തില്ല. വല്ലപ്പോഴും ഭിക്ഷയാചിക്കാൻ വരുന്നെങ്കിൽ തന്നെ അവൻ്റെ കയ്യിലൊരു മണി ഉണ്ടായിരുന്നു. ആ മണി അവൻ കുലുക്കും. അവനിങ്ങനെ മണി കിലുക്കുമ്പോൾ ഞാൻ കുഷ്ഠരോഗിയാണെന്ന് അവൻ തന്നെ വിളിച്ചു പറയണം. അങ്ങനെ എന്തോ ഒരു ദാരുണ്യമായ, ഒരു വളരെ സങ്കടകരമായ ഒരവസ്ഥയിലാണ് ആ മനുഷ്യൻ നടക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ യേശു തൊടുന്നതായിട്ടാണ് ഈ ഭാഗത്ത് വായിക്കുന്നത്. നമ്മളെപ്പോഴും മനസ്സുകൊണ്ട് മറ്റുള്ളവരുടെ കുഷ്ഠങ്ങൾ കാണാൻ വളരെ എളുപ്പമാണ്. എന്നാൽ എൻ്റെ ഉള്ളിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ച് അതിമനോഹരമായിട്ട് നമ്മളെ തൻ്റെ കൈകൊണ്ട് സൃഷ്ടിച്ച, തൻ്റെ രൂപത്തിൽ സൃഷ്ടിച്ച നമ്മൾ ആത്മീയ ഗോളത്തിൽ കുഷ്ഠരോഗികളെ പോലെ തന്നെ അല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾക്കൊക്കെ നമ്മളെക്കാട്ടിലും ദൈവം എന്തെന്ന് പോലും അറിയാൻ വയ്യാത്ത മനുഷ്യർ, ആത്മീകമായിട്ട് മരിച്ച് ജീവിക്കുന്നവർ, സൊസൈറ്റിയിൽ വലിയ പ്രാധാന്യം അല്ലെങ്കിൽ സ്ഥാനം നേടുന്നവർ പോലും അകത്തോട്ട് നോക്കുമ്പോൾ അകം ശുദ്ധമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അകം ശുദ്ധമാകണമെങ്കിൽ അന്തരാത്മാവ് ജീവിച്ചേ പറ്റൂ, പരിശുദ്ധാത്മാവ് വന്നേ പറ്റിയകത്തുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധി ദൈവത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. ബി ഹോളി, ഞാൻ പരിശുദ്ധനാണ്. ആ ഹോളിനെസ്സിനെ ടച്ച് ചെയ്യാൻ ആർക്കും ഒക്കത്തില്ല. അതും ദൈവസന്നിധിയിൽ എത്തുമ്പോൾ നമ്മൾ വിശുദ്ധരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ എക്സാമ്പിൾ എടുക്കുമ്പോൾ നമുക്ക് ഈ ഭാഗം വായിച്ചു നോക്കാം അല്പനേരം. കർത്താവ് ലൂക്കോസിൻ്റെ 5 ഇങ്ങനെയാണ് വായിക്കുന്നത്: അവനൊരു പട്ടണത്തിലിരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ യേശുവിനെ കണ്ട് കവിന്ന് വീണു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു കൈനീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാമെന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം അവനെ വിട്ടുപോയി. അവനോട് യേശു അവരോട്, ഇത് ആരോടും പറയരുത്, എന്നാൽ പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് അവന് സാക്ഷ്യത്തിനായി മോശ കൽപ്പിച്ചതുപോലെ നിൻ്റെ ശുദ്ധീകരണത്തിനുള്ള വഴിപാട് അർപ്പിക്കുന്നു. എന്നാൽ അവനെക്കുറിച്ചുള്ള വർത്തമാനം അധികമായി പരന്നു. വളരെ പുരുഷാരം വചനം കേൾക്കേണ്ടതിനും തങ്ങളുടെ വ്യാധികൾക്ക് സൗഖ്യം കിട്ടിയതിനുമായിട്ട് കൂടി വന്നു. അവനോ നിർജ്ജന പ്രദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പട്ടണത്തിൽ വന്നപ്പോൾ ഒരു കുഷ്ഠരോഗി മുഴുവൻ തലതൊട്ട് കാല് വരെ കുഷ്ഠം എന്നാണ് പറയുന്നത്. അത് നമ്മൾ ചിന്തിക്കും വളരെ കഠിനമായൊരു സ്ഥിതിയാണ്, ദുഃഖകരമായ അവസ്ഥയാണ്. ആ മനുഷ്യൻ്റെ ഉള്ളിൽ ആരോ പറഞ്ഞു, യേശുവിനിത് ചെയ്യാൻ സാധിക്കും, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നോട് കരുണ തോന്നണമേ. ആ ഒരു തിരിച്ചറിവ്, ആ ഒരു വകതിരിവ്, ആ ഒരു ഇൻറ്റ്യൂഷൻ, അല്ലെങ്കിൽ ആ സത്യം അറിഞ്ഞപ്പോൾ തന്നെ വിടുതലാണ്. അങ്ങനെ യേശുവിനോട് കുഷ്ഠരോഗി ചോദിക്കും, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. മനസ്സുണ്ടെങ്കിൽ എന്നെ കുഷ്ഠം പോകണേന്നല്ല പറഞ്ഞു, എന്നെ ശുദ്ധമാക്കുക. കാരണം അശുദ്ധനെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. നമ്മൾ ചിന്തിക്കുന്നുണ്ടോ, നമ്മൾ ദൈവസന്നിധിയിൽ ചെല്ലുമ്പം ദൈവം എന്നെ അറിയുന്നുണ്ടോ, എന്നെ വാ മകളെ എന്ന് വിളിച്ച് നമ്മളെ കയറ്റുന്നുണ്ടോ, അല്ലെ വാ മകനെ എന്ന് വിളിച്ച് അവനറിയുന്നുണ്ടോ? നമ്മൾ അറിയണം, യേശു എന്നെ അറിയുന്നു എന്നുള്ള ബോധം എനിക്കുണ്ടാകണം. അത് ഈ ഒരു പാവം പിടിച്ച മനുഷ്യനത് ഉണ്ടായല്ലോ. അതുകൊണ്ടാണല്ലോ അയാൾ യേശുവിൻ്റെ മുമ്പിൽ വന്ന് വെച്ചെന്ന്, കർത്താവെ മനസ്സല് തോന്നി എന്നെ ശുദ്ധനാക്കണമെന്ന്. യേശു അവനെ തൊട്ടുന്ന്, കുഷ്ഠരോഗിയായ ഒരാളെ തൊട്ടു. എത്രയോ ഇപ്പം നമ്മൾ കുഷ്ഠരോഗമൊന്നും കാണുന്നില്ല, പക്ഷേ എത്രയോ സ്കിൻ ഡിസീസുകൾ, മരുന്ന് മാറി കഴിച്ചിട്ട് പലതരത്തിലുള്ള പ്രശ്നം കൊണ്ട് മനുഷ്യനല്ലാതായി ജീവിക്കുന്ന എത്രയോ, അവർക്കൊക്കെ ഒരു പ്രത്യാശയോ ആശയോ ഇല്ലാത്ത പോലെ ഗോൺ കേസായിട്ടാണ് ജീവിക്കുന്നത്. അപ്പം മനുഷ്യൻ മാറുകയാണ്, മറ്റുള്ളവരെ കാണാനൊക്കത്തില്ല, നമുക്ക് അപകർഷതാബോധം വരും. ഇതൊക്കെ
ആഫ്റ്റർ ഇഫക്ട്സ് ആണ്. എന്നാൽ യേശുവിൻ്റെ അടുക്കലേക്ക് നീ യഥാർത്ഥമായിട്ട് കടന്നു വന്നിട്ട് എന്നെ ശുദ്ധമാക്കണേ എന്ന് പറയുന്ന ഒരു നിമിഷമുണ്ട്. ആ ഒരു നിമിഷം അത് പരിശുദ്ധാത്മാവാണ് ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നത്. കറക്റ്റ് ടൈമിൽ യേശുവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്, യേശുവിനോട് ചോദിക്കുകയാണ്. ചോദിച്ച കാര്യം ഉടനടി കർത്താവ് ഒന്നും പറഞ്ഞില്ല, അവനെ തൊട്ടു. ഒരു കുഷ്ഠരോഗിയെ തൊടുക എന്ന് പറഞ്ഞാൽ അൺഇമാജിനബിൾ, ഒരിക്കലും ചെയ്യാൻ വയ്യാത്ത ഒരു കാര്യമാണ്. സമൂഹത്തിൽ അത്രമാത്രം അവഹേളിക്കപ്പെട്ട ഒരവസ്ഥയുള്ള ഒരു മനുഷ്യനെ ചെന്ന് യേശു തൊടുകയാണ്. ആ തൊടലോടുകൂടി ശുദ്ധമായി അവൻ കുഷ്ഠം. ഇതേപോലെ അതുപോലെ സ്കിൻ ഡിസീസുകൾ പലതരത്തിലാണല്ലോ. എസ്കീമ, അതുപോലെ തന്നെ എന്ത് ഈ സൊറയാസിസ്, ഇങ്ങനെയുള്ള പല അസുഖങ്ങളുണ്ട്. അത് ഒക്കത്തിൻ്റെ ഒറിജിൻ ദൈവത്തിൻ്റെ ആത്മാവിന് വിപരീതമായിട്ടുള്ള സ്ട്രെസ്സോ അല്ലെങ്കിൽ പാപത്തിൻ്റെ ഒരു ഇഫക്റ്റോ അല്ലെ ദൈവത്തിൻ്റെ ടച്ച്, കർത്താവിൻ്റെ കൈ തൊടാത്തതിൻ്റെ ഒരു ലക്ഷണമാണ്, തീർത്തുമാണ്. കാരണം ദൈവം തൊട്ട് കഴിഞ്ഞാൽ പിന്നെ, അതുകൊണ്ട് പഴയ നിയമത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. പഴയ നിയമത്തിൽ യാഗവസ്തുവിനെ കൊണ്ടുവരുമ്പോൾ ഊനമില്ലാത്തതായിരിക്കണമെന്ന് ദൈവത്തിന് വളരെ നിർബന്ധമുണ്ട്. ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നാൽ 1 വയസ്സിന് താഴെയുള്ളത് ഒരു കാരണവശാലും അതിനൊരു പോറലോ ഒരു പ്രശ്നമോ ഉള്ളതായിരിക്കത്തില്ല എന്ന് പുരോഹിതന്മാർ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞിട്ടേ യാഗം കൊടുക്കത്തുള്ളൂ. അതെന്താ? കാരണം ദൈവം സൃഷ്ടിച്ചു ഒന്നും അഴുക്കായിട്ടല്ലായിരുന്നെന്നേ. പിന്നെ പാപം വന്നതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. പാപത്തിൻ്റെ ഇഫക്റ്റ് കൊണ്ടാണല്ലോ രോഗം വന്നത്. ഈ പാപം മാറണമെങ്കിൽ രോഗം മാറ്റാൻ കഴിവുള്ളവൻ്റെ അടുക്കൽ തന്നെ ചെല്ലണം. അപ്പം ശുദ്ധമാകാ എന്ന് യേശു പറയത്തക്ക വിധത്തിൽ എൻ്റെ ദൈവം പറഞ്ഞാൽ എനിക്ക് ശുദ്ധി വരുമെന്നുള്ള വിശ്വാസമാണ് നമുക്ക് ആദ്യം ആവശ്യം. ആ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കത്തില്ല. മരിച്ച ലാസറസിനെ എഴുന്നേൽപ്പിക്കുന്നതിന് മുമ്പ് യേശു പറഞ്ഞൊരു പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. എങ്ങനെ വിശ്വസിക്കുന്നു? വചനം കേൾക്കണം. വചനം കേൾക്കുകയല്ല, ഈ ഒരു വാക്യം, ഈ ലൂക്കോസിൻ്റെ സുവിശേഷം ഈ ഭാഗം തന്നെ ഒരു ദിവസം ഒരു 100 പാട്ട് നമുക്ക് കിട്ടേണ്ടതാണെങ്കിൽ അത് വായിക്കണം. നിനക്ക് ഏത് രോഗമാണ് ഉള്ളതെന്ന് വെച്ചാൽ അതേ വെച്ച് വായിക്കുക. കർത്താവേ, ഇവിടെ നിൻ്റെ കൈ തൊട്ടെങ്കിൽ എനിക്കിത് സാധിക്കും. ഐ നീഡ് ദിസ് ഹീലിംഗ് റൈറ്റ് നൗ. കാരണം കർത്താവ് പറയുന്നുണ്ട്, ഇന്നലെ ഇന്ന് എന്നേക്ക് ഞാൻ അനന്യൻ തന്നെ, ഞാൻ മാറിയിട്ടില്ല, എനിക്ക് മാറ്റം വന്നിട്ടില്ല. പിന്നെ മാറ്റം ആർക്കാം? ഇതെന്നെ വല്ലാതെ തൊട്ടു. കർത്താവ് പറയുന്നത് എനിക്ക് ശുദ്ധമാകാനെന്ന് ആഗ്രഹമുണ്ട്, പിന്നെന്താ ശുദ്ധമാകാത്തത്? അപ്പം നമ്മളിലാണ് കുഴപ്പം, ദൈവത്തിനല്ല. ഐ ആം വില്ലിങ് ഓൾ ദ ടൈം ഈസ് 100% ഞാൻ വില്ലിങ് ആണ് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് ലഭിക്കുന്നില്ല? ബിക്കോസ് വി ആർ നോട്ട് നോയിങ് ഹിം പേഴ്സണലി. അതിനാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തത്. ദൈവം നിന്നെ അറിയുന്നുണ്ടോ? എന്നെ ദൈവം അറിയുന്നുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യത്തോട് കയറി ചെല്ലണം. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശം തന്നെന്ന് പറയുമ്പം ആ സ്വാതന്ത്ര്യത്തോടെ കയറി ചെല്ലിയിടത്ത് പ്രാകാരത്തിൽ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നാൽ ചിലപ്പം പുത്രന് കിട്ടേണ്ടത് കിട്ടുന്നില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. ഞാനൊരു പുത്രനാണ്. സക്കായിയുടെ വീട്ടിൽ ചെന്നില്ലേ യേശു? സക്കായിക്ക് യേശുവിനെ കാണണം എന്നല്ല, യേശു എന്നെ കാണണമെന്ന് സക്കായി വിചാരിച്ചില്ല. പക്ഷേ സൃഷ്ടാവാം ദൈവം അറിഞ്ഞു. അത്തിവൃക്ഷത്തിൻ്റെ ചവിട്ടി വന്നപ്പോൾ യേശു മുകളിലേക്ക് നോക്കിയെന്നാണ് പറയുന്നത്. സക്കായി ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഹൃദയം മറ്റു പലതിലും നമ്മൾ ആശ്വാസം കണ്ടെത്തുന്നതും മറ്റു പലരിലും നമ്മൾ ആശ്രയിച്ചിട്ട് കാര്യം നേടുമെന്നും അങ്ങനെ അതുകൊണ്ട് ജീവിക്കാമെന്ന് വിചാരിക്കുന്നതിന് ഉപരിയായിട്ട് എനിക്ക് ഏക സത്യദൈവമായ യേശു എനിക്ക് കൂടെയുണ്ട്, അവൻ രോഗസൗഖ്യദായകനാണ്, എനിക്ക് അവൻ രോഗസൗഖ്യം തരും എന്നുള്ള പൂർണ്ണ ബോധം നമുക്കുണ്ടാകുമ്പോൾ അത് സംഭവിച്ചേ ഒക്കത്തുള്ളൂ. അതുകൊണ്ടാണ് 1 പത്രോസ് 2:24 പറയുന്നുണ്ട്. ഈ വാക്യങ്ങളൊക്കെ വചനം, ഇങ്ങനെ ഈ വചനങ്ങൾ ഇതിനകത്ത് കിടക്കുന്നത് ജീവനായിട്ട് നമ്മുടെ മുമ്പിലോട്ട് പൊങ്ങി വരണം. എന്താ ഞാൻ പറഞ്ഞത്? ജീവനായിട്ട്. ഇതിലിങ്ങനെ കിടപ്പുണ്ട്. ഇതെല്ലാം ലോഗോസാണ്. ഇതെല്ലാം വേടുകൾ, ഓരോ പവിഴത്തിൻ്റെയും ഡയമണ്ടിൻ്റെയും അധിക ശക്തിയുള്ള വചനങ്ങൾ അതിനകത്ത് കിടക്കുന്നത്. ഇത് വായിക്കുന്നവർ നമുക്ക് സന്തോഷം വരും. ഞാനത് അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിയാണ്. വചനം വായിക്കും, വേറൊന്നും ഞാൻ വായിക്കാറില്ല ഈ ദിവസങ്ങളിൽ. കാരണം ദൈവം അതുപോലെ മാറ്റി നിർത്തിയിട്ട്, അതുകൊണ്ടാണല്ലോ എന്നും വചനം പറയാൻ ഒക്കുന്നത്. അപ്പോൾ 1 പത്രോസ് 2:24 ഇങ്ങനെ വായിക്കുന്നു, നാം പാപം സംബന്ധിച്ച് മരിച്ചു. എന്തിനു മരിച്ചെന്ന? പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന്. നീതി മീൻസ് റൈറ്റ്യസ്നെസ്, ദ റൈറ്റ് സ്റ്റാൻഡിങ്. ഐ ആം ഓൺ ദ സൈഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ കൂടെ. ഞാനെന്ന് ചിന്ത അങ്ങോട്ട് മാറി യേശുവിൻ്റെ കൂടെ ആകുന്നേ. യേശുവിൻ്റെ അടുക്കൽ ചെന്നങ്ങ് നിൽക്കുന്ന ഏത് രോഗമാകട്ടെ, ഏത് പ്രശ്നമാകട്ടെ, അതായത് നാം പാപം സംബന്ധിച്ച് മരിക്കണം.
വചനം വായിക്കുമ്പോൾ അത് സംഭവിക്കുകയാണ്. നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട്, അവൻ തൻ്റെ ശരീരത്തിൽ എൻ്റെ രോഗം ചുമന്നുകൊണ്ട്, എൻ്റെ പാപം ചുമന്നുകൊണ്ട്, എൻ്റെ ശാപം ചുമന്നുകൊണ്ട്, എൻ്റെ മക്കളുടെ ശാപം, എൻ്റെ ഭർത്താവിൻ്റെ എന്താ നിങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അത് പറയവിടെ ചുമന്നുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറി. പാപത്തെ ചുമന്ന് കർത്താവ് ക്രൂശ്. ഇതൊരു എക്സ്ചേഞ്ച് ഇപ്പം നടക്കണം. ദൈവത്തിന് എൻ്റെ ഭാരം കൊടുക്കുന്നു, എൻ്റെ രോഗം അങ്ങോട്ട് കൊടുക്കുമ്പം യേശു മാത്രമേ അത് പൂർണ്ണമായിട്ട് വാങ്ങിച്ചെടുക്കത്തുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാലും ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് ഒരപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്ന ഇച്ചിരി കൂടെ തീക്ഷ്ണതയുണ്ട്. എന്നാൽ ദൈവം പറയുന്ന യേശു തന്നെത്താനെ അത് ഏറ്റെടുത്ത് അവൻ്റെ അടിപ്പുണരാൽ നിങ്ങൾക്ക് സൗഖ്യം. കർത്താവ് 39 അടി പുറത്ത് കൊള്ളുമ്പോൾ അവൻ്റെ മാംസം വരഞ്ഞു പോയപ്പോൾ എന്നെ ഓർത്തിട്ടാണ് തിരിച്ചൊന്നും ചെയ്യാതെ അത് വഹിച്ചത് എന്നുള്ള ഓർമ്മ വരുമ്പോൾ അവൻ്റെ സ്നേഹത്തിൻ്റെ ആധിക്യം നമ്മുടെ ഹൃദയത്തിനകത്ത് നിറഞ്ഞു കഴിയുമ്പം ആ സ്നേഹത്തോടെ ഒന്ന് ചോദിച്ചാൽ തീർത്തും രോഗസൗഖ്യം കിട്ടും. എവിടെയാണ്? പ്രോസസ്സിംഗ് ആണ്. യേശു ക്രൂശിൽ കയറുന്നതും അവനീ 39 അടി കൊള്ളുമ്പോൾ എന്നെ മാത്രം, നമുക്ക് അങ്ങനോട്ട് ചിന്തിക്കാം, മാത്രം മനസ്സിൽ കണ്ടിട്ടാണ് അടി കൊണ്ടത് എങ്കിൽ, കണ്ടിട്ടുണ്ടോ? ഈ എയിൽ സ്റ്റോമൊക്കെ വരുന്നിടത്ത് കഴിഞ്ഞ ദിവസം ന്യൂസിനകത്തുണ്ടായിരുന്നല്ലോ, ഒരു സ്ത്രീയെ പുറത്തിരുന്നപ്പം പെട്ടെന്ന് ഹെയിൽ സ്റ്റോം, അതായത് മഞ്ഞുമഴ വീണ് ചിലപ്പം വലിയ കല്ലുപോലുള്ളതാണ് വീഴുന്നത്. അവരുടെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നു. അവർ ആ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് കമന്ന് ഇങ്ങനെ ഇരുന്നിട്ട് മുഴുവൻ കല്ലുകളും, അതായത് സ്നോയുടെ കല്ലാണ്, മഞ്ഞിൻ്റെ കല്ലുകൾ അവരുടെ പുറത്ത് വീണിട്ട് പുറം മുഴുവനും ചുമന്ന് തെളുത്ത് നിൽക്കുന്നതായിട്ട് നമ്മൾ ചുമന്നിങ്ങനെ കണ്ടാൽ ഭയം തോന്നുന്ന പോലത്തെ അവരുടെ പിക്ചർ ഉണ്ടായിരുന്നു. എന്താണ്? ഒരമ്മ തൻ്റെ കുഞ്ഞിനെ സൂക്ഷിക്കാൻ വേണ്ടി കുഞ്ഞിനെ മടിയിൽ വെച്ചുകൊണ്ട് ആ കല്ല് വീഴുന്ന മുഴുവൻ അവിടെ ദേഹത്ത് അവർ വഹിച്ചെടുത്തു. അതൊരു മനുഷ്യൻ, ഒരമ്മ ചെയ്യുന്നെങ്കിൽ അതിലെത്രയോ ഉപരിയായിട്ട് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഈ സത്യങ്ങൾ ജീവിക്കുന്ന സത്യങ്ങളാണ്. ഇത് കഴിഞ്ഞതല്ല, ഇത് ഇന്നും നടക്കുന്ന സത്യങ്ങളാണ്. പ്രാപിച്ചെടുക്കാൻ കടന്നു. യേശു നമ്മളെ മാടി വിളിക്കുകയാണ്, കടന്നു വാ. എനിക്ക് ഐ ആം വില്ലിങ് ഓൾ ദി ടൈം. യേശു പറയാണ്, നീ ശുദ്ധമാകാന്ന് യേശുവിൻ്റെ വായിൽ നിന്നാണ് വീഴുന്നെങ്കിൽ അപ്പോൾ സൗഖ്യം കിട്ടും. ഈ വചനം അയക്കുമ്പോൾ അതിൻ്റെ കൂടെ അതേപോലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു വരുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം നിങ്ങളുടെ മേൽ വന്ന് പകരുന്നുണ്ട്. ഇതാരെ തൊടുന്നോ അവിടെ ഇത് പ്രവർത്തിക്കാതിരിക്കത്തില്ല. വചനം ജീവനാണ്, വചനം ദൈവമാണ്, വചനം ജഡമായി മാറുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാഥ, പ്രാർത്ഥനയോടെ കടന്നു വരികയാണ്. ഞാൻ എപ്പോഴും തയ്യാറുള്ളവനാണ് സൗഖ്യം തരാനും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉത്തരം തരാനും നിങ്ങളെ ആത്മാവിൽ തിരിച്ചു കൊണ്ടുവരാൻ. എത്രയോ അമ്മമാർ സ്വന്തം മക്കൾ വഴിതെറ്റിപ്പോകുന്നു ഓർത്ത് ദുഃഖിച്ചുകൊണ്ട് നടക്കുന്നു. സത്യവചനത്തിൽ നിന്ന് മാറിയിട്ട് ജീവിതത്തിൽ അല്പം സ്വന്തം കഴിവിൽ എന്തൊക്കെയോ നേടിയെടുത്തിട്ട് എന്ത് പ്രശംസ കിട്ടാനാണെന്നറിയത്തില്ല. ചില കൊച്ചു പിള്ളേർ, അധികം പ്രായം പോലും ഇല്ലാത്തവർ അപ്പനെ അമ്മയെ ചലഞ്ച് ചെയ്യുന്നവരുണ്ട്. ചിലർ സത്യവിശ്വാസത്തിൽ നിന്ന് മാറി മറ്റ് സഭകളിലേക്ക് ചെന്നിട്ട് അമ്മാപ്പന്മാരെ ഉപദ്രവിക്കുന്നവരുണ്ട്, അവരെ മെൻ്റലി ടോർച്ചർ ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ വീടിനകത്ത് നടക്കുകയാണ്. ഇപ്പോഴത്തെ കാലത്തിൽ അപ്പനും അമ്മയ്ക്ക് മക്കൾക്ക് കൊടുത്തിരിക്കുന്ന മൊബൈൽ തിരിച്ചെടുക്കാൻ പേടിയാണ്. എന്നാൽ പല രാജ്യങ്ങളിലും, സ്വിറ്റ്സർലൻഡ്, സ്വീഡൻ അങ്ങനെയുള്ളിടത്തൊക്കെ സ്കൂളുകളിൽ മൊബൈൽ ഉപയോഗിക്കുന്നത് നിർത്തിയിരിക്കുക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർത്തിവെച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ എന്തൊക്കെയാണ് കാണിക്കുന്നത്, എന്തെയോ കൂടുതൽ പഠിപ്പിക്കുകയാണ്. പക്ഷേ സത്യവും ദയവും സ്നേഹവും ഇല്ലാതെ സ്വാർത്ഥ മനുഷ്യരാക്കി കുറേ മൃഗങ്ങളെപ്പോലെ മനുഷ്യനെ മൃഗങ്ങൾ പോലും അല്ല, അതിലും ദുഷ്ടതയായിട്ട് മനുഷ്യനായി മാറിയിട്ട് എന്ത് പ്രയോജനം? സത്യത്തിൻ്റെ ആത്മാവില്ലാത്ത ഒരു ജനത ഉണ്ടാക്കിയെടുത്താൽ അന്യോന്യം കുത്തിക്കൊല്ലത്തേ ഉള്ളൂ കർത്താവേ. ചുമ്മാ അതല്ല യേശു പറഞ്ഞ് രണ്ടാമത് ഇനിയും വരുമ്പം തീയിറക്കി നശിപ്പിക്കേണ്ട. അതുപോലെ മനുഷ്യൻ ദുഷ്ടതയിലേക്ക് പോകുമ്പം ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരെയും ദൈവമേ നിൻ്റെ ചിറകിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കാൻ തക്കവണ്ണം അവർക്ക് നിന്നെക്കുറിച്ചുള്ള അറിവ് കൊടുക്കണേ. അറിവാണല്ലോ ജ്ഞാനം, പരിജ്ഞാനമാക്കി കൊടുത്തിട്ട് കർത്താവേ അവർ നിൻ്റെ അടുക്കൽ വന്ന് ഈ കൂടാരത്ത് ദ റൈച്ചസ് റൺ അൺടു യു ആൻഡ് ദേ ആർ ഫ്രീ. അതായത് നീതിമാൻ നിൻ്റെ കൂടാരത്തിലേക്ക് ഓടി വരും. കഷ്ടങ്ങളിൽ നീയാണ് അവരുടെ ഏറ്റവും അടുത്ത തുണ. ആ തുണയായതിൻ്റെ അടുക്കിലേക്ക് ഓടി വരാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മാടി വിളിക്കുമ്പം ഇടയൻ്റെ ശബ്ദം കേൾക്കുന്ന ആടുകളാക്കി അവരെ മാറ്റിയിരിക്കുന്നു. ആടുകൾക്കറിയണം ആരാണ് അവരുടെ ഇടയനെന്ന്. ഇന്ന് നീ വിളിക്കുമ്പോൾ, കർത്താവ് കൈ നീട്ടുമ്പോൾ മാറി നിൽക്കാതെ അധിക ശക്തിയോടെ നിൻ്റെ കൈ അവിടെ ചെന്ന് തൊടുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. വീടിനകത്ത്
ദൈവഹിതമല്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾ സ്വന്തം ഭവനത്തിന് വലിച്ചെടുത്ത് ദൂരെ കരിച്ചു കളയണം കർത്താവേ. വീട് ശുദ്ധമാക്കണം, അകം ശുദ്ധമാക്കണം, ഹൃദയം ശുദ്ധമാക്കണം, ഭവനം ശുദ്ധമാക്കണം. എബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ ഞങ്ങളാണല്ലോ ദൈവത്തിൻ്റെ ഭവനം. അത് മുഴുവനും ശുദ്ധമാക്കി വെടിപ്പാക്കി നിനക്ക് വസിക്കുവാൻ യോഗ്യമുള്ള പാത്രമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ തലമുറകളിൽ ചെയ്യണം. കാരണം തലമുറകളുടെ ദൈവമാണല്ലോ നീ. അങ്ങനെ തന്നെ അവിടുന്ന് ചെയ്യുന്നതിനാൽ നന്ദി. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.